നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഞാൻ ലിയോ രാധാകൃഷ്ണൻ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പണലഭ്യത ഉറപ്പുവരുത്തുന്നതിന് നടപടികളുമായി റിസർവ് ബാങ്ക് രംഗത്ത്. ഇതിനായി റിസർവ് ബാങ്ക് റിവേഴ്സ് റിപ്പോ നിരക്കിൽ 0.5% കുറവ് വരുത്തിയിരിക്കുന്നു. ഇതോടെ റിവേഴ്സ് റിപ്പോ നിരക്ക് 3.75% കുറഞ്ഞു. റിപ്പോ നിരക്കിൽ മാറ്റമില്ല. ചെറുകിട മേഖലയ്ക്കായി 50,000 കോടി രൂപയുടെ പാക്കേജും വാർത്താ സമ്മേളനത്തിൽ ഗവർണർ ശക്തികാന്ത ദാസ് പ്രഖ്യാപിച്ചു. 4 ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഗവർണറുടെ പ്രഖ്യാപനമുണ്ടായത്. വിപണിയിൽ പണലഭ്യത ഉറപ്പുവരുത്തുക, ബാങ്കുകളിൽ നിന്നുള്ള വായ്പാ സൗകര്യം ഉറപ്പാക്കുക, സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കുക, വിപണിയുടെ പ്രവർത്തനം സുഗമമാക്കുക എന്നിവയിൽ ഊന്നിയ നടപടികളാകും ഉണ്ടാവുക എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ചെറുകിട മേഖലയെ സംരക്ഷിക്കുന്നതിനായി നബാർഡ്, സിഡ്ബി, NHB എന്നിവയ്ക്കായി 50,000 കോടിയുടെ പാക്കേജാണ് RBI പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് കോവിഡ് പ്രതിരോധത്തിന് 60% അധിക ഫണ്ടും അനുവദിച്ചിരിക്കുകയാണ്. അങ്ങനെ 60% ഫണ്ട് അധികമായി ലഭിക്കുമ്പോൾ കൊറോണ വിരുദ്ധ പ്രവർത്തനങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സംസ്ഥാനങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം. RBI നടപടി മന്ദീഭവിച്ച നമ്മുടെ സാമ്പത്തിക രംഗത്തിന് കരുത്ത് പകരുവാൻ ഉതകുന്നതല്ലയോ? RBI ആനുകൂല്യങ്ങൾ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തണം? നടപടികൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം? ഈ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഡിബേറ്റിൽ ചർച്ച ചെയ്യാം. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ N. നിയതി, സാമ്പത്തിക വിദഗ്ധൻ, ശ്രീമതി മേരി ജോർജ്, സാമ്പത്തിക വിദഗ്ധൻ മണികണ്ഠൻ ചാലക്കുടിയിൽ നിന്നും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒപ്പം വോയിസ് ഓഫ് ബാങ്കിങ് പ്രതിനിധി ശ്രീ രവി മാമൻ മുംബൈയിൽ നിന്നും നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏവർക്കും സ്വാഗതം ജനം ഡിബേറ്റിലേക്ക്. ആദ്യം ശ്രീ N. നിയതി, ഇതിപ്പോൾ കഴിഞ്ഞ 28, ഇത് ഇന്ന് 17 വീണ്ടും RBIയുടെ ഭാഗത്തു നിന്നും പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. വലിയ ഒരു കൈത്താങ്ങായി, വിപണിക്ക് കരുത്തായി മാറാവുന്ന പ്രഖ്യാപനങ്ങളല്ലേ? കൂടുതൽ പണം വിപണിയിലേക്ക് എത്തിക്കുകയും നിക്ഷേപത്തിന് അവസരമൊരുക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഏത് തരത്തിൽ കരുത്ത് പകരും ഇന്നത്തെ RBI ഗവർണറുടെ പ്രഖ്യാപനങ്ങൾ? ഇന്നത്തെ RBI ഗവർണറുടെ പ്രഖ്യാപനത്തോടു കൂടി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഇന്ത്യയിലെ മീഡിയം, മൈക്രോ, സ്മാൾ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അവർക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൺസ്യൂമർ ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്ത്, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും കൂട്ടി തൊഴിലവസരങ്ങൾ നിർത്തിക്കൊണ്ട് ഒരു മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുക എന്നുള്ള പ്രധാന ഉദ്ദേശത്തോടു കൂടിയാണ് 50,000 കോടി രൂപയുടെ ഒരു പാക്കേജ് എന്ന് പറയാൻ പറ്റത്തില്ല, പിന്നെ ബാങ്ക് ലോണും അതിനോടനുബന്ധിച്ചുള്ള സഹായങ്ങളും ഈ സ്മാൾ സ്കെയിൽ സെക്ടറിന് കൊടുക്കാനായിട്ട് RBI തീരുമാനിച്ചിരിക്കുന്നത്. മറു സൈഡിലേക്ക് വരുന്ന അവസരത്തിൽ നബാർഡ് വഴിയും സിഡ്ബി വഴിയും ഹൗസിംഗ് ബോർഡ് വഴിയും നാഷണൽ ഹൗസിംഗ് ബോർഡ് വഴിയും മറ്റൊരു 50,000 കോടി രൂപയുടെ കൂടെ ബാങ്ക് ലോൺ ലഭ്യമാക്കുന്നതിന് വേണ്ടി നബാർഡ് വഴിയും നാഷണൽ ഹൗസിംഗ് ബോർഡ് വഴിയും ലഭ്യമാക്കുന്നതിനുമുള്ള 2 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് RBI നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ 27-ാം തീയതി, മാർച്ച് 27-ാം തീയതി RBI അവരുടെ മോണിറ്ററി പോളിസി പ്രഖ്യാപിച്ച അവസരത്തിൽ റിപ്പോ റേറ്റിലും റിവേഴ്സ് റിപ്പോ റേറ്റിലും ക്യാഷ് റിസർവ് റേഷ്യോയിലും പ്രകടമായ വ്യതിയാനങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് റിപ്പോ റേറ്റ് 5.15% നിന്നും 4% കുറച്ചും, റിവേഴ്സ് റിപ്പോ റേറ്റ് 4.9 നിന്നും 0.9% കുറച്ച് 4 കൊണ്ടുവന്നു. അതേപോലെ തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ 4% താഴ്ത്തി കൊണ്ടുവന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യൻ എക്കോണമിയിലെ ഏകദേശം 3.94 ലക്ഷം കോടി രൂപയുടെ പണം അല്ലെങ്കിൽ മണി സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് റിസർവ് ബാങ്കിൻ്റെ ഇന്നത്തെ അവലോകന യോഗത്തിലും അവർ പറയപ്പെടുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടുന്നത്. റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്തുകൊണ്ട്, അതായത് റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മണി സപ്ലൈ കൂട്ടാം, മണി സപ്ലൈ കുറയ്ക്കാം. അത് എക്കോണമിയുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് മണി സപ്ലൈ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷനെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ.
ഇനി മണി സപ്ലൈ കൂട്ടുന്നതാണ്. കാരണം ഒരു സമ്പദ്ഘടനയിലെ ഡിമാൻഡ് കുറയുമ്പോൾ ആ ഡിമാൻഡിന് ഒരു ഉത്തേജനം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ സമ്പദ് രംഗം വളരെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബയിങ് പവർ നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരായി കുറേയേറെ പേർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഡിമാൻഡിന് കരുത്ത് പകരുന്നത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ആ ഒരു മേഖല ശക്തിപ്പെടുത്തേണ്ടത്? പിന്നെ നമ്മുടെ കോവിഡിൻ്റെ ഇമ്പാക്റ്റ് വന്നതോട് കൂടിയാണ് പെട്ടെന്ന് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ഒരു വല്ലാത്തൊരു രോഗാവസ്ഥയിലേക്ക് മാറുന്നത്. അതിനു മുമ്പ് തന്നെ കഴിഞ്ഞ 2019-20 തന്നെ ഇന്ത്യൻ സമ്പദ്ഘടന ഒരു ചെറിയ ഒരു സ്ലോ ഗ്രോത്ത് റേറ്റിലേക്ക് പോയിരുന്നു. അതേപോലെ തന്നെ ഒരു എംപ്ലോയ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുപോലെ ഇൻഫ്ലേഷൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ സമ്പദ്ഘടന മൊത്തത്തിൽ ഒരു തരത്തിലുള്ള സ്ലോ ഗ്രോത്ത് റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെയാണ് നമ്മളുടെ ഈ COVID-19 വരവ് തുടങ്ങിയത്. ആ COVID-19 വരവോടുകൂടി ഇന്ത്യൻ സമ്പദ്ഘടന മാത്രമല്ല ആഗോള സമ്പദ്ഘടനയിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്കിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രീമതി മേരി ജോർജ്, ഈ ഒരു വിഷയത്തിൽ പണലഭ്യത ഉറപ്പുവരുത്തുക, വായ്പ ഉറപ്പാക്കുക, അതിനുള്ള സാധ്യതകൾ കൂട്ടുക, ഇത് ഒക്കെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പണം കൂടുതലായി വിപണിയിലേക്ക് എത്തിക്കുക, ചെറുകിട വ്യവസായ മേഖലയ്ക്ക് കരുത്ത് പകരുക എന്നുള്ളതും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേക നീക്കിയിരുപ്പും അനുവദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കാരണം കേരളത്തിൻ്റെ മാത്രം ചെറുകിട വ്യവസായ രംഗം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാർഷിക വിറ്റുവരവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20,000 കോടിയാണ്. അപ്പോൾ അത്രയും വലുതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറുകിട മേഖല. അപ്പോൾ വലിയ ഒരു കൈത്താങ്ങായി മാറില്ലേ? ഈ വലിയൊരു തിരിച്ചടിയിൽ നിന്നും കരകയറുവാൻ ഇത് എത്രത്തോളം ഉപകരിക്കുമെന്നാണ് വിലയിരുത്തുന്നത്? ലിയോ, ഇപ്പോഴത്തെ ഒരു ആഗോള അവസ്ഥ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഇത് എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു, ഫ്ലാഷ് പോലെ വരുന്നു ഇങ്ങോട്ട്. ഓക്കെ മാറിയെന്ന് തോന്നുന്നല്ലേ? ഓക്കെ, ശരി ലിയോ, ഈസ് ഇറ്റ് ഓക്കെ നൗ? ഓക്കെ. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന 206 രാജ്യങ്ങളാണുള്ളത്. അതിൽ 198 രാജ്യങ്ങളും ഇപ്പോൾ കോവിഡിൻ്റെ പിടിയിലായിട്ടുണ്ട്. അതായത് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം, ലോക ചരിത്രം നോക്കിയാൽ ഇത്രയും ഒരു മഹാദുരന്തം ഇതുവരെയും ലോക ചരിത്രത്തിലില്ല. അങ്ങനെയുള്ള ഒരു മഹാദുരന്തത്തിലേക്കാണ് ലോകം തള്ളപ്പെട്ടത്. അതിൻ്റെ പരിണത ഫലം എന്നതുപോലെ, അതായത് ഇന്ത്യയും അതുപോലെയുള്ള വളരെ ദുർഘടമായ ഒരവസ്ഥയെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ 24 ദിവസത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും 18 ദിവസത്തെ ലോക്ക്ഡൗണിലേക്ക് പോവുകയാണ്. അപ്പോൾ 24 ദിവസത്തെ ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മാസത്തെ GDPയുടെ വളർച്ചയിൽ ഒരു മാസത്തെ പിന്നോട്ടടിക്കലാണ് അതുകൊണ്ടുണ്ടാകുന്നത്. അങ്ങനെ നമ്മുടെ GDPയുടെ റേറ്റ് ഓഫ് ഗ്രോത്ത് 1.9% ആയിരിക്കുമെന്ന് റേറ്റിംഗ് ഏജൻസീസ് പറയുന്നു. ഇന്നിതാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ അത് 1.1% ആയിരിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഒരു ശക്തമായ പണനയവുമായിട്ട് മുൻപോട്ട് വന്നിട്ടുള്ളത്. ഈ പണനയത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 50,000 കോടി ബാങ്കുകൾ വഴി, അതായത് പണലഭ്യത ഉറപ്പുവരുത്തുക, പണത്തിൻ്റെ വ്യാപനം വർദ്ധിപ്പിക്കുക. അതായത് പണത്തെപ്പറ്റി പൊതുവെ പണസിദ്ധാന്തക്കാർ പറയുന്നത് മണി ഈസ് ഓൺ ദ വിങ്സ് എന്നാണ്. അതായത് പണം ചിറകിൽ ആണ് ചിറകിൽ പറക്കുകയാണ് എന്ന് വെച്ചാൽ പണം വെറുതെ ഇരിക്കുകയല്ല, ഓരോ കൈകളിൽ നിന്ന് മറിഞ്ഞ് അത് പറക്കുന്ന രീതിയിൽ വ്യാപനം ചെയ്താൽ മാത്രമേ സമ്പദ്ഘടന ശക്തമായ തോതിൽ വളരുകയുള്ളൂ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പണം പരന്ന രീതിയിൽ, അതായത് വ്യാപനമില്ലാതിരിക്കുകയാണ് പണം. എന്തുകൊണ്ടാണ് വ്യാപനമില്ലാതിരിക്കുന്നത്? നേരത്തെ ലിയോ സൂചിപ്പിച്ചതുപോലെ തന്നെ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തകർന്നടിഞ്ഞു കിടക്കുന്നു. എന്ന് വെച്ചാൽ ഈ മേഖലയിലാണ് തൊഴിലിൻ്റെ 90 മുതൽ 96% വരെ ഇന്ത്യയിൽ ലഭ്യമാകുന്നത്.
അതായത് UN തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇന്ത്യയിൽ 40 കോടി ജനങ്ങൾ തൊഴിൽ രഹിതരായി മാറിയിരിക്കുന്നു ഈ ലോക്ക്ഡൗൺ കാലത്ത് എന്ന്. അപ്പോൾ 40 കോടി ജനം, 135 കോടി ജനത്തിൽ 40 കോടി തൊഴിലാളികൾ അവർ തൊഴിൽ രഹിതരായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് വേതനമില്ല, അവർക്ക് എന്തെങ്കിലും വാങ്ങൽ ശേഷിയുമില്ല. അങ്ങനെ വാങ്ങൽ ശേഷി പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുന്നു. പണം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പണം ഇപ്പോഴും ഇന്ത്യയിൽ എവിടെയൊക്കെയോ ആയി ഇരിക്കുന്നു. പക്ഷേ ആ പണത്തിന് ഒരു തരത്തിലും മൂവ് ചെയ്യാൻ, ഒരു കയ്യിൽ നിന്നും മറ്റൊരു കയ്യിലേക്ക്, ഒരു കച്ചവട സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു കച്ചവട സ്ഥാപനത്തിലേക്ക്, ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറാനുള്ള സാധ്യതയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പണത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടി ഗവൺമെൻറ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 50,000 കോടി ബാങ്കുകൾക്ക് നൽകിയിരിക്കുന്നു, വേറൊരു 50,000 കോടി നബാർഡിന്, അതുപോലെ സിഡ്ബി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് അതുപോലെ ഹൗസിംഗ് ഡെവലപ്മെൻറ്റിന് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. നബാർഡിന് തന്നെ കൊടുത്തിരിക്കുന്ന പണം, അതിൻ്റെ പരമപ്രധാന ദൗത്യം എന്താണെന്ന് വെച്ചാൽ അത് കാർഷിക മേഖല, ഗ്രാമീണ മേഖല, ഈ രണ്ട് ഒന്നിച്ചുള്ള മേഖലയാണ്. ഈ മേഖലകളെ എന്താ പറയുക, ഡൈനമിക് ആക്കുക. ഈ മേഖലകളിലേക്ക് ഈ പണം ഏതൊക്കെ തരത്തിൽ പറ്റുമോ ആ തരത്തിലൊക്കെ ഉഴുതിറക്കുക. അതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം 1.7 lakh 1.7 ലക്ഷം കോടിയുടെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചപ്പോൾ ഗവൺമെൻറ് കർഷകർക്ക് 2,000 രൂപ വീതം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ 2,000 രൂപ കൊണ്ട് കർഷകരുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുക അസാധ്യമാണെന്നറിയാം. അപ്പോൾ കർഷകരുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഫെർട്ടിലൈസേഴ്സ് വാങ്ങാൻ കഴിയണം, അവർക്ക് നാനാവിധത്തിലുള്ള വായ്പാ സാധ്യതകൾ ഉണ്ടാകണം, അവരുടെ പാടത്ത് വിളഞ്ഞു കിടക്കുന്നത് കൊയ്തെടുക്കാനാകണം, തൊഴിലാളികളെ വിന്യസിക്കാനാകണം. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ഘട്ടം ഘട്ടമായി, ഇപ്പോൾ 20-ാം തീയതി മുതൽ ലോക്ക്ഡൗൺ ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്നു. ആ സമയത്ത് കാർഷിക മേഖലയിൽ, നാമമാത്ര ചെറുകിട ഇടത്തരം മേഖലയിലൊക്കെ തൊഴിലാളികളെ വിന്യസിക്കാം. അങ്ങനെ വിന്യസിക്കുമ്പോഴേക്ക് അവർക്ക് വേതനമായിട്ട്, അവർക്ക് വായ്പയായിട്ട് ഒക്കെ ഈ പറഞ്ഞിരിക്കുന്ന 50,000 കോടി ഉഴുതിറക്കണം. അതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്, അത് തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മാത്രമേ ഡിമാൻഡിൽ ഒരു സർജ്, ഒരു ഉണർവ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ മടങ്ങിയെത്താം മാഡം. ഹലോ ലിയോ. ഞാൻ മടങ്ങിയെത്താം. ഞാനിപ്പോൾ ശ്രീ രവിരാമൻ, അങ്ങേക്ക് കേൾക്കാമെങ്കിൽ ഡിമാൻഡിലൊരു സർജ് കൊണ്ടുവരണം, ഡിമാൻഡ് ഉയർത്തേണ്ടതുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ നിലനിൽക്കുന്ന ഡിമാൻഡ് ഇപ്പോൾ താഴ്ന്നു പോയിരിക്കുകയാണ്. കാരണം ലോക്ക്ഡൗൺ ആണ്, സ്വാഭാവികമായിട്ടും താഴ്ന്നു പോകും. അതിനെ പിടിച്ചുയർത്തുക, ഘട്ടം ഘട്ടമായി ലോക്ക്ഡൗണിൽ നിന്നും രാജ്യം മുക്തമാകുമ്പോൾ അവരുടെ ബയിങ് പവർ കൂട്ടുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അത് മുൻനിർത്തി മുന്നോട്ട് പോവുകയാണ്. എത്രത്തോളം ഇഫക്റ്റീവായിരിക്കും ഈ നടപടികൾ എന്നാണ് അങ്ങ് വിലയിരുത്തുന്നത്? അതായത് നമ്മൾ ആദ്യം നോക്കേണ്ടത്, നമ്മുടെ ഭാരതത്തിന്റെ ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ലോക്ക്ഡൗൺ ആണ് ഈ നമ്മൾ 22-ാം തീയതി മുതൽ, നമ്മൾ മാർച്ച് മാസം മുതൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് 3rd May വരയ്ക്കും ചെന്നിട്ടുള്ള ഒരു ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ഒരു ലോക്ക്ഡൗൺ ആണ്. 9.8 ട്രില്യൺ റുപ്പീസ് ആണ് അതിൻ്റെ ഒരു നഷ്ടം അല്ലെങ്കിൽ കോട്ടം വരുത്തുന്നത്, ഒരു സ്ലോ ഡൗൺ വരുത്തുന്നത്. ആ രീതിയിൽ ആദ്യം ഒരു 25-ാം തീയതിയോടുകൂടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യത്തെ ഒരു ഇത് പ്രഖ്യാപിച്ചു. അതിൽ 75 ബേസിസ് പോയിന്റ്സിൽ റിപ്പോ റേറ്റ് റെഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെ റിപ്പോ റേറ്റ്സ് 90% കൂട്ടി, CRR കൂട്ടി. അതായത് ബാങ്കുകാര് റിസർവ് ബാങ്കിൽ പൈസ നിക്ഷേപിക്കുന്നതിന് ഒരു ഡിസിൻസെന്റീവ് ആയിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ അനൗൺസ് ചെയ്തു. ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ has announced 3.75% ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. 4 ആയിരുന്നു, അത് കുറച്ചു. അതേപോലെ തന്നെ 50,000 crores, അതായത് റീഫൈനാൻസിങ്ങിന് വേണ്ടി സിഡ്ബിക്കായി 25, നമ്മുടെ നബാർഡിന് 25, സിഡ്ബിക്ക് 15
നാഷണൽ ഹൗസിംഗ് ബോർഡിന് 10. ദാറ്റ് ഈസ് ഒരു എൻവയറമെന്റ്, ഒരു എനേബിളിംഗ് എൻവയറമെന്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീർച്ചയായിട്ടും ഇന്ന് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കേണ്ടത് ഈ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ ബാങ്കുകൾ പറയുമ്പോൾ കുറച്ച് ദിവസം മുമ്പേ ഒരു 3 മാസത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാങ്കുകാർ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ മാറ്റി, അത് വെയ്വർ ആണോ അത് മൊറട്ടോറിയം ആണോ എന്ന് അറിയാണ്ട് അതിന്റെ കാലാവധി 1 മാസം നീട്ടി. അതുപോലെ ആവാണ്ട് കോമൺ കൺസ്യൂമറിന്, കോമൺ പബ്ലിക്കിന് കാശ് കുറഞ്ഞ റേറ്റിൽ അവർക്ക് പൈസ ലഭിച്ചു കൊടുക്കുവാനുള്ള ഒരു സിറ്റുവേഷൻ, ഒരു എൻവയർമെന്റ് ഈ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ ഇന്ന് RBI അനൗൺസ് ചെയ്തത് വളരെ ഫലപ്രദമായിരിക്കും എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. തീർച്ചയായിട്ടും ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ശ്രീ മണികണ്ഠൻ, ബൈയിങ് പവർ ജനങ്ങളുടേത് കൂട്ടുവാൻ വേണ്ടി ഉള്ള നിർദ്ദേശങ്ങൾ ശ്രീ രവിരാമൻ മുന്നോട്ട് വെച്ചു, ചില നിർദ്ദേശങ്ങൾ. അതിന് അപ്പുറത്തേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാർ മറ്റൊരു സാമ്പത്തിക ഉത്തേജന പാക്കേജുമായി രംഗത്ത് വരും എന്നുള്ളത് തന്നെയാണ്. അതാണ് പ്രതീക്ഷിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ അത് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തു. ഇന്ന് എല്ലാ പ്രധാനപ്പെട്ട വകുപ്പ് മേധാവികളുമായും ചർച്ച ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. എങ്കിലും ഇതുവരെ സ്വീകരിച്ച നടപടികൾ ആകെ തളർന്ന സാമ്പത്തിക രംഗത്തിന് വലിയ ഊർജ്ജമാണ് നൽകിയത്, ജീവൻ വായുവാണ് നൽകിയിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലായിരിക്കണം ഈ പ്രഖ്യാപനങ്ങൾ ഫലവത്താക്കേണ്ടതെന്നാണ് അങ്ങയുടെ നിരീക്ഷണം? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹലോ ഹലോ ശ്രീ മണികണ്ഠൻ, കേൾക്കാമോ? ഹലോ, ഓഡിയോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, അങ്ങ് പറഞ്ഞോളൂ. ചെറിയൊരു സാങ്കേതിക പ്രശ്നം അവിടെ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ജനറൽ ഡിബേറ്റിലേക്ക് മടങ്ങിയെത്തുന്നു. സാമ്പത്തിക വിദഗ്ധൻ ശ്രീ മണികണ്ഠനിലേക്ക് പോവുകയാണ്. ശ്രീ മണികണ്ഠൻ, അറിയാം, നമുക്ക് അപ്രതീക്ഷിതമായി വന്ന ഈ ലോക്ക്ഡൗൺ, ഈ മഹാമാരിയെ പ്രതിരോധിക്കുവാൻ അനിവാര്യമായിരുന്നു. അതിലൂടെ നമ്മുടെ ആരോഗ്യ മേഖല വെല്ലുവിളിയെ നേരിടുന്നതിനൊപ്പം തന്നെ അതിനേക്കാൾ വലിയ വെല്ലുവിളി, അത് ദീർഘകാല അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, സാമ്പത്തിക രംഗവും വലിയ വെല്ലുവിളിയെ നേരിടുകയാണ്. ഇത് RBIയുടെ ഭാഗത്തു നിന്നുള്ള രണ്ടാമത്തെ പ്രഖ്യാപനമാണ് ഇന്ന് വന്നിരിക്കുന്നത്. വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഏത് രീതിയിലാണ് ഇത് കൂടുതൽ ഫലവത്താക്കാൻ സാധിക്കുമെന്ന് അങ്ങ് കരുതുന്നത്? ശരിക്കും കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധിയായിട്ട് ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു നടപടിയായിട്ട് റിസർവ് ബാങ്ക് മുന്നോട്ട് വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ റിസർവ് ബാങ്ക് ഒരു വാർ റൂം ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അവർ ഓൺ ഡെയിലി ബേസിസ് അവരതിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലുള്ള സാമ്പത്തിക സ്ഥിതിയെ അവലോകനം ചെയ്തുകൊണ്ട് അതിനുള്ള പോളിസികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശ്രീമതി മേരിക്കുട്ടി ജോർജ് പറഞ്ഞ തന്നെ ഇപ്പോ ആവശ്യം സാധാരണ ജനങ്ങളുടെ കയ്യിൽ പണം എത്തുക എന്നുള്ളതാണ്. ആ പണം എത്താൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി തൊട്ടിട്ട് ഏകദേശം 1,20,000 കോടി രൂപയുടെ കറൻസി നമ്മുടെ ബാങ്കുകളിലെ ചെസ്റ്റുകളിൽ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ കുറെ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി കുറെ ആളുകളുടെ ബാങ്കിൽ പൈസ എത്തിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ATM-ൽ പോയിട്ട് പണം വിഡ്രോ ചെയ്യുമ്പോൾ ഒരു കറൻസി പ്രഷർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 1,20,000 കോടിയുടെ കറൻസി ബാങ്കുകളിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 1,74,000 കോടിയുടെ പ്രഖ്യാപനമാണ് കഴിഞ്ഞ ഫിനാൻസ് മിനിസ്റ്റർ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കൂടെ പ്രഖ്യാപിച്ചത്. ഇന്ന് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചത് നമ്മളുടെ ബാങ്കിങ് മേഖലകളില് അവർക്ക് ഈ കോവിഡിന്റെ പ്രശ്നം കഴിഞ്ഞ് ലോക്ക്ഡൌൺ തുറന്നു കഴിയുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ലെൻഡിങ് ഫണ്ട് ബാങ്കുകളുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളതാണ് റിസർവ് ബാങ്കിന്റെ ഇന്നത്തെ നയം നമുക്ക് മനസ്സിലാക്കാം. കാരണം റിവേഴ്സ് റിപ്പോയുടെ നിരക്ക് കുറച്ചുകൊണ്ട് ഏകദേശം 4,60,000 കോടിയുടെ സർപ്ലസ് ഫണ്ട് അല്ലെങ്കിൽ ഒരു സർപ്ലസ് ലിക്വിഡിറ്റി ബാങ്കുകൾ ഉണ്ടെന്നാണ് ഇന്ന് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ റിവേഴ്സ് റിപ്പോ ഓപ്പറേഷൻ വഴി ഏകദേശം 6,90,000 കോടി രൂപയുടെ സമാഹരണം റിസർവ് ബാങ്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഈ മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ 4,60,000 സർപ്ലസ് ഡെഫിസിറ്റും ഈ 6,90,000 കോടി രൂപയുടെ റിവേഴ്സ് റിപ്പോ ഓപ്പറേഷൻ വഴിയുള്ള ഫണ്ടുകളും ഇതെല്ലാം ബാങ്കുകൾ വിഡ്രോ ചെയ്തിട്ട് ബാങ്കുകൾ ഈ കോവിഡ് കഴിഞ്ഞ് ലോക്ക്ഡൌൺ കഴിഞ്ഞ് വരുന്ന ഏറ്റവും ആവശ്യമായിട്ടുള്ള പണലഭ്യത ഉറപ്പാക്കുക. പണലഭ്യത മാത്രമല്ല, വായ്പ ഉറപ്പാക്കണം. കാരണം
ഈ ഇവിടുത്തെ MSME സെക്ടർ ആയാലും ഇൻഡസ്ട്രികളായാലും അല്ലെങ്കിൽ ട്രേഡിംഗ് സെക്ടറുകളായാലും സർവീസ് ഇൻഡസ്ട്രികളായാലും ഇവർക്കെല്ലാം ലെൻഡിങ് ചെയ്യണമെങ്കിൽ ഒരുവിധം നമുക്കറിയാൻ സാധിക്കും. പല NPA പ്രോബ്ലം കൊണ്ട് നമ്മുടെ ബാങ്കുകളുടെ ഫണ്ട് ഒരു ഷ്രിങ്കായിരിക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ബാങ്കുകൾക്ക് ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഏകദേശം 5 ലക്ഷം കോടിയോടെ ലിക്വിഡിറ്റി ബാങ്കുകളിലേക്ക് ഇൻഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇനി ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ പര്യാപ്തമാക്കേണ്ട റിസർവ് ബാങ്ക് ചെയ്യും. അതാണ് ഇപ്പൊ ഏറ്റവും ചെയ്യേണ്ട ആവശ്യം. കാരണം ലോക്ക്ഡൌൺ ചെയ്ത് കഴിയുമ്പോൾ ഈ 3 മാസത്തെ ഫിനാൻഷ്യൽ സ്ട്രെസ്, പേറോൾ സ്ട്രെസ് ഉണ്ടാവും, ഫിക്സഡ് അസറ്റിന്റെ സ്ട്രെസ് ഉണ്ടാവും, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുകളെ ലെൻഡിങ്ങിന് സജ്ജമാക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് റിസർവ് ബാങ്ക് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ആവശ്യം. മറ്റേ എക്കണോമിക് പാക്കേജ്, ഫിനാൻഷ്യൽ പാക്കേജ്, അല്ലെങ്കിൽ സാമ്പത്തിക ഉത്തേജന പാക്കേജ് ഒക്കെ ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റിസർവ് ബാങ്ക് ചെയ്യേണ്ട യഥാർത്ഥ നടപടി ഇന്ന് എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് ഈ NBFCകൾക്ക് ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി 50,000 കോടിയുടെ ഫണ്ട് അവർ NBFC. ആ NBFCയുടെ കാര്യത്തിൽ തന്നെ റിസർവ് ബാങ്ക് ഒരു പ്രത്യേകം നിഷ്കർഷിച്ചിരിക്കുന്നത് ടോട്ടൽ NBFCകൾ കൊടുക്കുന്ന ലെൻഡിങ്ങിന്റെ 50% മിഡ് സൈസ്ഡ് NBFCകൾക്കും മ്യൂച്വൽ ഫണ്ടുകൾക്കും കൊടുക്കണമെന്നാണ്. അതായത് സാധാരണ NBFCകൾക്കും ഇത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഏറ്റവും വലിയൊരു ലെൻഡേഴ്സിന് വേണ്ടിയിട്ടല്ല. മിഡ് സൈസ് സെഗ്മെന്റ്, അതായത് MSME സെഗ്മെന്റ്, മിഡ് സൈസ് സെഗ്മെന്റ്, സാധാരണക്കാരന് ഇവർക്കെല്ലാം ആവശ്യത്തിന് പണം കയ്യിൽ വന്നാൽ അത് നമ്മുടെ എക്കണോമിയുടെ ഒരു പുനരുജ്ജീവനത്തിന് പര്യാപ്തമാവുന്നതാണ് റിസർവ് ബാങ്കിന്റെ ചെയ്യുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. തീർച്ചയായിട്ടും. ഏതായാലും ശ്രീ നിയതി, നമുക്ക് നോക്കുമ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തുന്നു, വായ്പ നൽകുന്നു. പക്ഷേ ചില കോണുകളിൽ നിന്നും ഉയരുന്ന സംശയം ഈ വായ്പകൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള സംബന്ധിച്ച് നേരത്തെ ശ്രീ രവിരാമൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിലുള്ള വായ്പ നയമായിരിക്കണം സ്വീകരിക്കേണ്ടതെന്നുള്ളത് ആണ് ഒരു വിലയിരുത്തൽ വരുന്നത്. അതായത് ചെറുകിട വ്യവസായങ്ങളാണെങ്കിൽ തന്നെയും ഏത് വ്യവസായമാണെങ്കിൽ തന്നെയും എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് IT മേഖല. അവിടെ 75% കമ്പനികൾക്കും ഉടനടി തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള വിലയിരുത്തൽ വന്നു കഴിഞ്ഞു. ചെറുകിട മേഖല ആകെ സ്തംഭിച്ചു പോയി. മത്സ്യ കച്ചവടക്കാരാണെങ്കിൽ അവർ തളർന്നു പോയി. അങ്ങനെ ഓരോന്നെടുത്ത് നോക്കുമ്പോഴും വളരെ തളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായി നമുക്കറിയാം. ലോകമെമ്പാടും ഉണ്ടായ ഒരു പ്രതിഭാസത്തിൻ്റെ ഫലമായി കേരളത്തിലും അതുണ്ട്, ഇന്ത്യയിലും അതുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ സ്വീകരിക്കേണ്ട വായ്പാ നയം എങ്ങനെയായിരിക്കണം? അതിന് ഈ ഒരു RBI പ്രഖ്യാപനത്തിനൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശക്തമായ ഇടപെടൽ അല്ലെങ്കിൽ ഒരു ഉത്തേജന പാക്കേജ് കൂടി എത്തുമ്പോൾ അതിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എല്ലാം തകർന്നു നിൽക്കുന്ന ഒരാൾക്ക് നേരത്തെ ചില ഒട്ടുമിക്ക ബാങ്കിങ് കമ്പനികളും മൊറട്ടോറിയം പ്രഖ്യാപിച്ചതുപോലെ അവർക്ക് വീണ്ടും ഭീമമായ പലിശ നൽകേണ്ടി വരുന്നൊരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് പലിശ നൽകാതെയുള്ള വായ്പ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാവുന്നതല്ലേ? അതാണ് ഏവരും ഉറ്റുനോക്കുന്നതും. അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോകുമോ കാര്യങ്ങൾ? അല്ലെ, ലോക്ക്ഡൗൺ വന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇൻവെസ്റ്റർക്കും നഷ്ടമുണ്ടാകുന്നുണ്ട്, അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് നഷ്ടമുണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ കൺസ്യൂമർക്കും നഷ്ടമുണ്ടാകുന്നുണ്ട്. അത് കൺസ്യൂമർക്ക് പോയി സാധനം വാങ്ങാൻ കഴിയാതെ വരുന്നു, തൊഴിലാളികൾക്ക് വേതനം കിട്ടാതെ വരുന്നു. അതേപോലെ തന്നെ ഇൻവെസ്റ്റർ, ചെറുകിട ഇൻവെസ്റ്റർ ആണെങ്കിലും വൻകിട ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിലും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് സാധനം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഉൽപ്പാദിപ്പിക്കേണ്ട സാധനം മാർക്കറ്റിൽ എത്തിച്ചു കൊടുക്കുവാൻ അവർക്ക് കഴിയാത്തൊരു സാഹചര്യമാണ് അത് ഈ ലോക്കൗട്ട് വഴി ഉണ്ടായിരിക്കുന്നത്. അന്നേരം ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ ലോക്കൗട്ട് ഇപ്പം മെയ് 3-ാം തീയതി പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആ മെയ് 3-ാം തീയതി കൂടി ലോക്കൗട്ട് പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉൽപ്പാദകരെയും അതേപോലെ തന്നെ തൊഴിലാളികളെയും കൺസ്യൂമറെയും 3 വിഭാഗത്തെയും ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ കൺസ്യൂമർ ഡിമാൻഡും അതേപോലെ തന്നെ വേതനവും കിട്ടുന്ന ഒരു രീതിയിലേക്ക് പോകുന്നതിനുള്ള ഒരു ആദ്യത്തെ ചുവടുവെപ്പായിട്ട് മാത്രമാണ് നമ്മൾ ഈ RBIയുടെ ഈ ഫണ്ട് ഫ്ലോയെ പറ്റി കാണേണ്ടത്. ഇനി ഇതിനൊപ്പം തന്നെ ആയിരിക്കും ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് പറയാം. രണ്ടാമത്തെ സെക്കൻഡ് പാക്കേജ്. ഫസ്റ്റ് പാക്കേജ് പ്രഖ്യാപിച്ച അവസരത്തിൽ തന്നെ നമ്മൾ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 ആഴ്ചക്കകം തന്നെ ഏകദേശം 28,000 കോടി രൂപ ഡയറക്റ്റായിട്ട് പല വിഭാഗം ജനങ്ങളിലും എത്തിക്കഴിഞ്ഞു. ഉദാഹരണത്തിന് കർഷകരുടെ പെൻഷൻ കൊടുക്കുന്ന അവസരത്തിൽ ഏകദേശം 8 കോടി കർഷകർക്ക് 200 രൂപ വെച്ചുള്ള എമൗണ്ട് ബാങ്കിൽ എത്തിക്കഴിഞ്ഞു, അത് കർഷകരിൽ എത്തിക്കഴിഞ്ഞു.
ജൻധൻ അക്കൗണ്ട് വഴി ഇപ്പോൾ ഒരാളിന് 500 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 20 കോടിയോളം വനിതകളുടെ കയ്യിൽ ആ പണം എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ സിലിണ്ടർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സബ്സിഡി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതേപോലെ തന്നെ വയോജർ വൃദ്ധർക്കും ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കുള്ള പെൻഷനൊക്കെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഏകദേശം 28,000 കോടി രൂപ അവരുടെ കൈവശം എത്തിക്കഴിഞ്ഞു. അത് അവരുടെ കൺസ്യൂമർ ഡിമാൻഡ് ഉൽപ്പേദ അല്ലെങ്കിൽ ഡിമാൻഡ് സർജ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രണ്ടാം എക്കണോമിക് പാക്കേജിലേക്ക് വരുന്ന അവസരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, റിസർവ് ബാങ്കിൻ്റെ ഈ മോണിറ്ററി പോളിസി വഴി കൂടുതൽ പണം എക്കോണമിയിലേക്ക് പമ്പ് ചെയ്യുന്ന അവസരത്തിൽ അത് വിനിയോഗിക്കാൻ സാധ്യമായ രീതിയിലായിരിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്കണോമിക് പാക്കേജ് വരുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ രണ്ടും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ മാത്രമേ നമ്മുടെ എക്കോണമിക്ക് ഒരു ഉത്തേജനം കിട്ടുകയുള്ളൂ. ആ ഉത്തേജനം വഴി മാത്രമേ നമ്മുടെ സമ്പദ്ഘടന നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചെടുത്തുകൊണ്ട് വളർച്ചയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു പാക്കേജ് ആയിരിക്കും തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ തയ്യാറാക്കുന്നതും പ്രഖ്യാപിക്കുന്നതും. തീർച്ചയായിട്ടും അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് നമുക്ക് അറിയണം. ശ്രീമതി മേരി ജോർജ്, നേരത്തെ മാഡം തന്നെ സൂചിപ്പിച്ചിരുന്നു, ജനങ്ങളുടെ കയ്യിൽ പണം എത്തണം, എങ്കിൽ മാത്രമേ മാർക്കറ്റിലേക്ക് പണം എത്തുകയുള്ളൂ. എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്. അതിലേക്കുള്ള ചുവടുകൾ വളരെ വേഗത്തിലാണ് കേന്ദ്ര സർക്കാരും RBIയും ഒക്കെ തന്നെ സംയുക്തമായി സ്വീകരിച്ചുകൊണ്ടും ഇരിക്കുന്നത്. അങ്ങനെയല്ലേ നമുക്ക് ഇപ്പോൾ കരുതേണ്ടത്? കാരണം നേരത്തെ പറഞ്ഞതുപോലെ 40 കോടി ആളുകൾ വെറുതെ ഇരിക്കുകയായിരുന്നു. അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാനാകാത്ത സാഹചര്യത്തിൽ അവർ വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവരെ ആശ്രയിച്ച് കഴിയുന്നവരുടെ അവസ്ഥ, ഒപ്പം ചെറുകിട മേഖലയിലുള്ളവരുടെ അവസ്ഥ, ദിവസവേതനക്കാരുടെ അവസ്ഥയൊക്കെ തന്നെ വളരെ ദയനീയമായിരിക്കും. പക്ഷേ അതിനെയൊക്കെ തന്നെ കൈപിടിച്ച് ഉയർത്തുന്നതിലേക്ക് ഉതകുന്ന രീതിയിലുള്ള ചുവടുവയ്പ് ഈ ഒരു പാക്കേജിനൊപ്പം വായ്പ, നേരത്തെ പറഞ്ഞു, വായ്പ എല്ലാവരിലേക്കും എത്തിക്കുന്നു. പക്ഷേ അത് എങ്ങനെ എത്തിക്കുന്നു എന്നുള്ളതിനെ കൂടി നമുക്ക് ആശ്രയിച്ചായിരിക്കണം വിലയിരുത്തൽ ഉണ്ടാകേണ്ടത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്നൊരു പാക്കേജ്, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ വളരെ സജീവമായി തന്നെ പരിഗണനയിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് എല്ലാ വകുപ്പ് മേധാവികളുമായും കേന്ദ്ര ധനകാര്യമന്ത്രി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഒരു പ്രഖ്യാപനം എത്രയും വേഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് അക്കാര്യത്തിൽ? കാരണം ഇത് എല്ലാം കൂടി ഒരു ഇൻറ്റഗ്രേറ്റഡ്, നേരത്തെ ശ്രീ നിയതി പറഞ്ഞതുപോലെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ഒരു പ്രഖ്യാപനം വരുമ്പോൾ, നീക്കമുണ്ടാകുമ്പോൾ അത് വിപണിക്ക് ആകെ ഊർജം പകരില്ലേ? തീർച്ചയായിട്ടും ഊർജം പകരും. ശ്രീ മണികണ്ഠൻ വളരെ ശക്തമായ നിരീക്ഷണങ്ങളായിരുന്നു നേരത്തെ മുന്നോട്ട് വച്ചിരുന്നത്. എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അത് ഇനിയൊരു സാഹചര്യം കിട്ടിയാൽ, ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് നേരെ വരികയാണ്. അതായത് പണലഭ്യത എത്രമാത്രം വർദ്ധിപ്പിച്ചാലും ലോകത്തെ എല്ലാ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുതയുണ്ട്. മാന്ദ്യകാലത്ത് വെറുതെ പണം തരാമെന്ന് ബാങ്കുകൾ പറഞ്ഞാൽ പോലും വ്യവസായികളോ വ്യാപാരികളോ വായ്പ എടുക്കാനോ ആ പണം വിന്യസിക്കാൻ, അതായത് മുതൽ മുടക്കാനോ തയ്യാറാവുകയില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ആ വലിയ പ്രഖ്യാപനങ്ങൾ, പാക്കേജസ് ഒന്നും തന്നെ ഫലപ്രദമാകില്ല. അതിനെ ഫലപ്രദമാക്കത്തക്ക രീതിയിലുള്ള സാമ്പത്തിക പാക്കേജ്, അതായത് ഫിസ്ക്കൽ പാക്കേജസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരണം. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആദ്യം പ്രഖ്യാപിച്ച ഫിസ്ക്കൽ പാക്കേജ് 1,70,70,000 കോടിയുടേതായിരുന്നു. അതായത് നമ്മുടെ GDPയുടെ 2% താഴെയാണത്. അപ്പോൾ നമ്മൾ ഓർക്കുക, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ അവരുടെ GDPയുടെ 10 മുതൽ 12% വരെയുള്ള പാക്കേജാണ് പ്രഖ്യാപിച്ചത്. അതായത് അമേരിക്കയിലെ ഒരു 4 അംഗങ്ങളുള്ള കുടുംബത്തിന് $3,400, അത് നമ്മൾ ഇപ്പോഴത്തെ കറൻസി റേറ്റിൽ 76.87 റേറ്റിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപയിലധികം വരും. അത്തരം പാക്കേജസ് അമേരിക്ക കൊടുത്തു. അതേ സമയത്ത് നമ്മൾ GDPയുടെ 2% താഴ്ന്ന പാക്കേജാണ് ആദ്യം ഡിക്ലയർ ചെയ്തത്. അത് തീർത്തും അപര്യാപ്തമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു 5 മുതൽ 6 ലക്ഷം കോടി വരെയുള്ള ഒരു പാക്കേജ് കൂടിയാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതായത് അങ്ങനെ വരുമ്പോഴേക്ക് നമ്മുടെയും GDPയുടെ ഒരു 10% അതിൽ വരും. അങ്ങനെ GDPയുടെ 10% ഊന്നിക്കൊണ്ടുള്ള ഒരു നല്ല പാക്കേജുമായാണ്
ഫിനാൻസ് മിനിസ്റ്റർ അടുത്ത തവണ വരുന്നത് എങ്കിൽ ആ പാക്കേജിൽ കർഷകർക്ക് 2000 രൂപ ഓൾറെഡി കൊടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ ഇരട്ടി ഒരു 4000 രൂപ എങ്കിലും ഒരു പാക്കേജായി കൊടുക്കത്തക്ക രീതിയിൽ, അതുപോലെ തന്നെ ജൻധൻ അക്കൗണ്ടിൽ 500 രൂപ വീതം 3 ഗഡു ഇട്ടത് കൂടുതലായിട്ട് കൊടുക്കാൻ പര്യാപ്തമാകത്തക്ക രീതിയിൽ, അങ്ങനെ MGN തൊഴിലുറപ്പ് പദ്ധതി കൂടുതൽ ദിവസങ്ങൾ തൊഴിൽ കൊടുത്തുകൊണ്ട് അങ്ങനെ പണം സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കത്തക്ക രീതിയിൽ, അങ്ങനെ PMJY, അങ്ങനെ ഓരോ പദ്ധതി, അതായത് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പദ്ധതിയിലും കൂടുതൽ പണം വിന്യസിച്ചുകൊണ്ടുള്ള ഒരു പാക്കേജ് ആയിരിക്കണം അത്. അതായത് കഴിഞ്ഞ ബജറ്റ് കേന്ദ്ര ഗവൺമെൻറ് 2020-21 ബജറ്റ് നോക്കുകയാണെങ്കിൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും കൂടി ഒന്നിച്ചുള്ള മൊത്തം ചെലവ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് 70 ലക്ഷം കോടിയാണ്. അപ്പോൾ ആ 70 ലക്ഷം കോടിയിൽ നിന്ന് ഈ 5-6 ലക്ഷം കോടി ഇതിനു വേണ്ടി, ഈ കോവിഡ് പ്രതിരോധത്തിനും ഇക്കോണമിയെ റിവൈവ് ചെയ്യുന്നതിനും വേണ്ടി മാറ്റിവെക്കുന്നത്, ചെലവഴിക്കുന്നത് ഒരു തെറ്റല്ല, അത് തീർത്തും ശരിയായ നടപടിയായിരിക്കും. അങ്ങനെ ഒരു പാക്കേജുമായി വരുന്നത് മാത്രം പോരാ. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ തന്നെ അതായത് 4 ലക്ഷം കോടിയാണ് മൂലധന ചെലവിന്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നീക്കിവെച്ചിരിക്കുന്നത്. ആ 4 ലക്ഷം കോടിയും കൂടി വേണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റാവുന്നതാണ്. അപ്പം അങ്ങനെ ഒട്ടും കുറയാത്ത പക്ഷം ഒരു 5-6 ലക്ഷം കോടിയുടെ ഒരു പാക്കേജുമായിട്ടാണ് കേന്ദ്രം വരുന്നത് എങ്കിൽ തീർച്ചയായും ഈ ലോക്ക്ഡൗൺ പീരീഡ് കഴിഞ്ഞ്, അതായത് മെയ് 3-ാം തീയതിക്ക് ശേഷം ഇക്കോണമി പൂർണ്ണമായും റിവൈവ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്, പൂർണ്ണമായും ഉയർത്തെഴുന്നേറ്റ് നിരതമാകുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ തീർച്ചയായും കാർഷിക, വ്യാവസായിക, നാമമാത്ര ചെറുകിട, ഇടത്തരം മേഖലകളിലൊക്കെ ആ സർജ്, ആ ഉണർവ് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. അത്തരം ഒരു പ്രഖ്യാപനവുമായി തന്നെ നിർമ്മല സീതാരാമൻ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ രവിരാമൻ, അത്തരത്തിൽ ഒരു പാക്കേജ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും, ഒരു സർജ് ഉണ്ടാകും, നമ്മുടെ ബൈയിങ് പവർ കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലൊരു പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് സെക്കൻഡാണ്. അതായത് ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ അനൗൺസ് ചെയ്തു, ലോക്ക്ഡൗൺ തീരുന്നതിന് മുമ്പേ തന്നെ രണ്ടാമത്തെ അനൗൺസ് ചെയ്തു. മുമ്പേ മണികണ്ഠൻ പറഞ്ഞ പോലെ ഓൾറെഡി കൺസ്യൂമറിന്റെ അടുത്ത് ജൻധൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയാലും കൊള്ളാം, ഗ്യാസ് സിലിണ്ടറിലായാലും കൊള്ളാം, അങ്ങനെ ആളുകളുടെ കയ്യിൽ കാശ് പോയിട്ടുണ്ട്. ഇന്നത്തെ അനൗൺസ്മെന്റ് എനിക്ക് തോന്നുന്നത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, അതായത് സ്മോൾ സ്കെയിൽ ലഘു ഉദ്യോഗം, അതേപോലെ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ്, അവർക്ക് ലോൺ ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നൽകിയിട്ടുണ്ട് അവരുടെ കയ്യിൽ. ഇനി ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് സിഡിബി ആയാലും നാബാർഡ് ആയാലും ഹൗസിംഗ് ബോർഡ്, നാഷണൽ ഹൗസിംഗ് ബോർഡ് ആയാലും അവരുടെ റീഫൈനാൻസിങ്ങിന്റെ മെത്തേഡോട് കൂടി ഈ റിവേഴ്സ് റിപ്പോ റേറ്റിന്റെ കട്ടിന്റെ ഒരു അഡ്വാൻറ്റേജും കൂടെ എടുത്തും കൊണ്ട് കൊടുക്കുന്നതായിട്ട് സെക്കൻഡ് ഡോസ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇനിയും പല ഡോസും വരാനുണ്ട്. അതായത് വലിയ വലിയ ഫാക്ടറീസ് ലോങ് ടേം ആയിട്ടുള്ള ഇത് ഇപ്പൊ മാഡം പറഞ്ഞ പോലെ ഈ 6 ലക്ഷം കോടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 6 ലക്ഷം കോടി ഇപ്പൊ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും 1000 ലക്ഷം കോടി വേണം പറയും. അതായത് അതറിയില്ല. സോ ദ ഗവൺമെന്റ് ഇസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇസ് സ്ലോലി പ്രോഗ്രസീവ്ലി ട്രൈങ് ടു ഇൻഡ്യൂസ് മണി ടു ദി എക്കോണമി. ആൻഡ് നമ്മളുടെ പല പല എക്കോണമികളും ഈ മഹാമാരി വരുമെന്ന് പ്രതീക്ഷയില്ല. അതായത് പല എക്കോണമീസും, കൂറ്റൻ എക്കോണമീസ്, ജർമ്മനി ആയാലും കൊള്ളാം, UK ആയാലും കൊള്ളാം, അവരൊക്കെ റിസഷനിൽ പോകുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഭാരതം എന്തായാലും റിസഷനിൽ പോയിട്ടില്ല, ഒരു സ്ലോ ഡൗണിലേക്ക് വരികയാണ്. ഏതാണ്ട് 1.5 GDP റേറ്റ് വേൾഡ് ബാങ്ക് ഡിക്ലെയർ, അതായത് ഒരു പ്രൊജക്ഷൻ ആയിട്ട്. അതായത് വേൾഡ് ബാങ്ക് IMF അത് വീണ്ടും കുറച്ചിട്ടുണ്ട് അതിനെ. ബാർക്ലേസിന്റെ റേറ്റ് വീണ്ടും കുറവാണ്. ഏതായാലും നമ്മളുടെ ഒരു അനുമാനം, നമ്മളുടെ ഫിനാൻസ് മിനിസ്ട്രി, നമ്മളുടെ ഗവൺമെന്റ് അവരുടെ അനുമാനം അനുസരിച്ച് ഈ സ്ലോ ഡൗൺ
വളരെ കാലം ശേഷിക്കില്ല. കുറേശ്ശെയായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ത്രൂ ഈ ഗവൺമെന്റ് പണം പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഈ എക്കോണമി ഇങ്ങനെ ഒരു സ്റ്റാൻഡ്സ്റ്റിലായിട്ട് പോകാൻ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു ഒരു നല്ല ഒരു ഇതിലാണ്. ദാറ്റ് ഈസ് വാട്ട് ഐ ആം എക്സ്പെക്ടിങ്. ദിസ് ഇസ് നോട്ട് ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. ഇനി പല ഇൻസ്റ്റാൾമെന്റ് വരാനുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ. എന്തായാലും ഭാരതം വളരെ വ്യക്തമായ ചുവടുവയ്പ്പുകളോടുകൂടി തന്നെ വേണം മുന്നോട്ട് പോകേണ്ടത്. ഈ പ്രതിസന്ധിയെ നമുക്ക് വെല്ലുവിളിയായി മുന്നിൽ കണ്ട് മുന്നോട്ട് പോകാം. ഏത് രീതിയിലായിരിക്കണം പോളിസികൾ ഫ്രെയിം ചെയ്യേണ്ടത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ സാമ്പത്തികമായി എന്നുള്ള കാര്യവും നമുക്ക് ചർച്ച ചെയ്യാം ഇടവേളയ്ക്ക് ശേഷം.